19 വർഷങ്ങൾ അനുഭവിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചു പിടയ്ക്കുക. ഇപ്പോഴും ഈ കാലം മുഴുവൻ ഇതിനകത്ത് നരകിക്കേണ്ടി വന്നതല്ല. എന്റെ കുട്ടി ജന്മം തന്ന അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാതെ അവൾക്ക് മഠത്തിൽ സന്തോഷായിരുന്നു. അവിടുത്തെ അച്ഛൻ മരിക്കുന്നത് വരെ ഒരു നിമിഷം പോലും ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലാന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. ആ വീട്ടിലെ മഹാലക്ഷ്മിയായിട്ട് അച്ഛൻ എന്നെ പറ്റി എല്ലാരോടും പറയാം. ശബ്ദമില്ലാണ്ടായ കാലത്ത് എനിക്ക് വേണ്ടി ആ കുടുംബം നടത്താത്ത ചികിത്സകളില്ല, വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്റെ വേളി മുടങ്ങിയപ്പോ അച്ഛൻ തല തല്ലി കരഞ്ഞ കരച്ചില് അതൊന്നും ഈ ജന്മം മറക്കാനാവില്ല. ആ കുടുംബത്തിൽ ജീവിക്കാനായത് മഹാഭാഗ്യ. എന്തായാലും ഇക്കാലം വരെ അമ്മയുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതായില്ലേ? ഇന്ന് ഓർക്കുമ്പോ കുറ്റബോധമുണ്ട്. മോളെ കൊന്നുകളയൂന്നുള്ള പേടിയായിരുന്നു ഉള്ളിൽ. ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് അത്രയ്ക്കായിരുന്നു പുകില്. അതും എന്റെ കൂടെ പിറപ്പ്. മോളെ പ്രസവിച്ച സമയത്ത് നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അകറ്റിയ അമ്മയെ ബലമായി കൊണ്ടുവന്ന് ഇതിനകത്ത് അടച്ചത്. ഒരിക്കൽ രക്ഷപ്പെടാൻ കിട്ടിയ അവസരത്തില് കൈക്കുഞ്ഞായി നിന്നെ എടുത്ത് തിരുമേനിയുടെ മഠത്തിൽ ചെന്ന് കയറിയത്. അന്ന് മോളെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് മടങ്ങുമ്പോ അമ്മ അറിഞ്ഞില്ല നമ്മൾ ഇത്രയും വർഷത്തേക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന്. അന്ന് മോളുടെ അച്ഛനെ അന്വേഷിച്ച് പോകുമ്പോഴാ വീണ്ടും ചേച്ചി ആളുകളുമായി വന്നെന്നെ. ശേഷം ജീവിതം ഇതിനകത്തായി. പിന്നെ അറിഞ്ഞത് സ്വത്തിനും പണത്തിനും തലമുറകളായി കൈമാറി വന്ന രുദ്രവീണയ്ക്കും വേണ്ടിയായിരുന്നു എന്റെ കൂടപ്പിറപ്പ് എന്നോട് ഇത്രയ്ക്ക് ക്രൂരത കാട്ടിയതെന്ന് ഓർക്കാൻ കൂടെ കഴിയണില്ല. എത്ര വർഷങ്ങളായി അമ്മ ഈ നരകത്തിനകത്ത് ഒറ്റയ്ക്ക്. ഇനി ഒരു നിമിഷം പോലും അമ്മ ഇങ്ങനെ കഴിയണത് എനിക്ക് സഹിക്കില്ല. ഈ ചങ്ങലക്കെട്ട് അഴിക്കണം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. വേണ്ട അമ്മേ, സ്വത്ത് മുതലൊന്നും നമുക്ക് വേണ്ട. എല്ലാം വിട്ടുകൊടുത്തേക്ക്. എന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോളാം അമ്മേ. തമ്പുരാട്ടി അമ്മയോ ആ മല്ലികയോ ഒക്കെ വന്ന ഞാൻ ആ വാക്ക് കൊടുക്കട്ടെ? വേണ്ട, ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ അവൾക്ക്. അങ്ങനെ പറയല്ലേ അമ്മേ. ഈ നിത്യ ദുരിതത്തിൽ നിന്ന് കരകയറാനല്ലേ. അനുഭവിച്ചതൊന്നും എനിക്ക് മറക്കാനാവില്ല. 19 വർഷങ്ങൾ നമ്മൾ പിരിഞ്ഞിരിക്കേണ്ടി വന്നതിന്റെ കാരണക്കാരിയാ അംബാലിക. മോളുടെ അച്ഛനിൽ നിന്നും എന്നെ വേർപെടുത്തിയ മഹാദുഷ്ടയ. ഇതിനകത്ത് ചത്തു വീണാലും നാളെ എന്റെ കുട്ടി അനുഭവിക്കേണ്ടതല്ല ആ നീചയുടെ കാൽക്കൽ സമർപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മയോട് അതിന് പറയല്ലേ കുട്ടി. ആരാ അമ്മേ? എന്റെ അച്ഛൻ. രുദ്രവീണ തുടരുന്നു. ആരാ അമ്മേ? എന്റെ അച്ഛൻ.
അയ്യോ, എല്ലാം കേട്ടു. ഞാൻ ഈ കാതുകൊണ്ട് കേട്ടു. അപ്പൊ ഇതായിരുന്നു തമ്പുരാട്ടിയുടെ ഉദ്ദേശം. ചുമ്മാ അങ്ങ് തിന്നും കുടിച്ചും കോവിലത്തങ്ങ് സുഖിച്ചു വാഴാന്നു. അമ്പാലിക തമ്പുരാട്ടിയെ കബളിപ്പിക്കാമെന്നല്ലേ? എന്നാലേ ആ പൂതി അങ്ങ് മനസ്സ് വെച്ചേക്ക്. സ്വത്തും മുതലൊന്നും കെട്ടിപ്പിടിച്ച് കിടക്കാതെ കൈവിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളൊന്ന് നോക്കട്ടെ. അയ്യോ, എന്റെ തങ്കക്കുടങ്ങോട്ട് വന്നട്ടെ. വാ മോളെ. എന്റെ കുട്ടി എങ്ങോട്ടേക്കും വിളിക്കണ്ട. അവള് വരില്ല. അവൾ എന്റെ കൂടെ നിൽക്കേണ്ടത്. അയ്യോ, മല്ലിക പൊയ്ക്കോ. അങ്ങനെ എങ്ങ് പോവാൻ വന്നതല്ല ഞാൻ. ഇവളെ എനിക്ക് കൊണ്ടുപോയേ തീരൂ. വരാനല്ലേ പറഞ്ഞത്. പേടിക്കണ്ട, മറ്റെങ്ങും കൊണ്ടുപോവില്ല. ദേ അപ്പുറത്തെ മുറിയിലുണ്ടാവും. ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ പട്ടിണി കിടാന അമ്പാലിക തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്നത്. പട്ടിണി കിടന്ന് ചാവട്ടെ പൊന്നുമോള്. അത് വേണ്ടെങ്കിൽ ആവശ്യങ്ങളെല്ലാം സമ്മതിക്കാമെന്ന് തമ്പുരാട്ടി വരുമ്പോ അങ്ങ് പറഞ്ഞേക്കണം. ഞാൻ വരുന്നില്ല. ഇനി നീ ഇവിടെ കിടക്ക്. ഇല്ല, എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് കഴിഞ്ഞാ മതി. എപ്പോഴാണ് നിനക്ക് തള്ളയെ കിട്ടിയത്? ഈ അമ്പാലിക തമ്പുരാട്ടിയുടെ കരുണ കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് നിന്റെ തള്ളയെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്? നിന്റെ പുന്നാരിത്തള്ള എന്താ ചെയ്തത്? ചോരക്കുഞ്ഞായപ്പോഴേ നിന്നെ കണ്ട നമ്പൂതിരി മഠത്തിന്റെ നടക്കൽ കൊണ്ട് തള്ളി. 10-20 കൊല്ലം അച്ഛനാണ് ഏട്ടനാണ് എന്നൊക്കെ ധരിച്ച് നിനക്ക് അന്യ പുരുഷന്മാരുടെ കൂടെ ജീവിക്കേണ്ടി വന്നില്ലേ? ഒരു പെണ്ണിനോട് സ്വന്തം തള്ള ഇതിനും വലിയ ചതി ചെയ്യാനുണ്ടോടി? നിന്റെ തലയ്ക്കകത്ത് ചകിരിച്ചോറല്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്. എന്നെ പറ്റി എന്ത് വേണേലും പറഞ്ഞു. എന്റെ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തരുത്. ഇത്രയും നാളും പുറം ലോകം കാണാതെ ഇരുട്ട് മുറി കിടന്ന് നരകിച്ചതാ എന്റെ പാവം അമ്മ. ഇത്രയും ക്രൂരത കാണിക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ അമ്മ നിങ്ങളോടൊക്കെ ചെയ്തത്? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ പൊന്നോ. അതുകൊണ്ടല്ലേ നിന്റെ അമ്മയെ ഇതിനകത്തുനിന്ന് രക്ഷിക്കാനുള്ള വഴി ഇത്രയും കാലം അമ്പാലിക തമ്പുരാട്ടി കാതിലോതി കൊടുത്തത്. ഒന്നെങ്കില് ആ ഒസ്യത്തെഴുതിയ പ്രമാണം വിട്ടുകൊടുക്ക, അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം തമ്പുരാട്ടിയുടെ പേർക്ക് എഴുതി കൊടുക്ക. നിന്റെ തള്ള കേട്ടില്ലല്ലോ. കാതില് ഈയ ഉരുകി ഒഴിച്ചതുപോലെ കിടക്കുമായിരുന്നില്ലേ? അതിന്റെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. നീ ഇതിനകത്ത് പട്ടിണി കിടന്ന് പ്രാണം പിടഞ്ഞ് കരയുന്നത് കേട്ടെങ്കിലും അവരുടെ മനസ്സ് മാറുന്നൊന്ന് നോക്കട്ടെ. അതുവരെ ഇവിടെ കിടക്കണേ. എനിക്ക് അമ്മയെടുത്ത് പോണം. ശ്രീകരമേ, അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എനിക്ക് ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ. എന്നെ മൈഡിലേക്ക് എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് മനസ്സില്ലടി. ആ പൊന്നുമോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്താല് ഉറക്കം വരുള്ളൂ അല്ലേ? നടക്കാതെ പുതിയ മനസ്സിൽ നിന്ന് കളഞ്ഞ് മര്യാദ കിടന്നോണം കേട്ടോ. നിന്റെ ഈ ഒച്ച പുറത്തു പോകാൻ പാടില്ല, മനസ്സിലായോടി? ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് മൈഡിലേക്ക് കാണണം, ഇപ്പൊ കാണണം.
കൈകാലം വെച്ചുപോട്ട സാധനമേ, ഇത് തന്നെയാ നിന്റെ മട്ടങ്കിലേ. ഇതിനകത്ത് നിന്നെ ഞാൻ കുഴിച്ചു മൂടും. അതിനു മുമ്പേ എന്റെ കൃഷ്ണനും ജീവേട്ടനും വന്ന് എന്നെ രക്ഷിക്കും. നിനക്കുള്ള ശിക്ഷ അവര് തന്നോളൂ, ദുഷ്ടത്തി. ദേ, എന്ത് പറഞ്ഞു നരുന്നേ? ഇനി പറയോ പറയോന്ന്? അവരുടെ വാശി കണ്ടില്ലേ? മല്ലികേ, തമ്പുരാട്ടി, ഈ നരുന്ന പെണ്ണ്. നീ ഇങ്ങോട്ട് വന്നേ. രുദ്രവീണ തുടരുന്നു. എന്തിനാ നീ അവളെ കരയിക്കുന്നത്? കരച്ചിൽ കേട്ടും 4 ആൾ അറിഞ്ഞ ആ കൃഷ്ണൻ എന്ന് പറയുന്നവനോ മറ്റാരെങ്കിലും തേടി വന്ന ഈ പെണ്ണ് കണ്ടതും അറിഞ്ഞതൊക്കെ വിളിച്ചു പറഞ്ഞ അതോടെ എല്ലാം തീരും. ഒക്കെ നാടറിഞ്ഞൊരു പ്രശ്നമായാൽ മൈഥിലിയെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ ഇത്രയും കാലം മറച്ചു വെച്ചതെല്ലാം പുറത്തറിയും. അംബികയെ തടവിൽ പാർപ്പിച്ചത് പോലും. പിന്നെ ഈ അമ്പാലിക ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തമ്പുരാട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ അസത്തെങ്ങനെ തുടങ്ങിയ? കാഞ്ഞിരത്തിന്റെ കയ്പ് മാറ്റാൻ കമ്പ് വെട്ടിയിട്ട് എന്തിനാ? കടയോടെ പിഴുതെറിയണം. കൊണ്ടുപോയി കൊല്ലാൻ തന്നെയാ പറഞ്ഞതിന്റെ അർത്ഥം. വാ. ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? സാരില്ല മോളെ, ഇനി ആരും മോളെ ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തിനാ തമ്പ്രാട്ടിയമ്മ എന്തെങ്കിലും പൂട്ടിട്ടിരിക്കണേ? എത്രയും പെട്ടെന്ന് എന്നെ മൈഥിലേച്ചിയുടെ അടുത്ത് കൊണ്ടുപോവോ? കൊണ്ടുപോവാലോ. മല്ലികേ, മോളെ ഇപ്പൊ തന്നെ മൈഥിലിയുടെ അടുത്ത് എത്തിക്കണം. മോളെ ഇനി നോവിക്കാനും പാടില്ല, കേട്ടല്ലോ? നടക്ക്, വേഗം നടക്കങ്ങോട്ട്. കുറെ നേരം നടക്കാൻ തുടങ്ങിട്ട് മൈഥിലേച്ചി ഇനിയും കണ്ടില്ലല്ലോ. ചിണങ്ങാതെ നടക്കടി. നിന്റെ മൈഥിലേച്ചിയെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നടക്കങ്ങോട്ട്. എനിക്ക് നടക്കാൻ വയ്യ. എന്നെ മൈഥിലേച്ചി എവിടെയെന്ന് പറ. അങ്ങോട്ട് നടക്കടി പെണ്ണെ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോണേ? എനിക്ക് പേടിയാവുന്നു. നിന്റെ പേടി ഞാന് ഇപ്പൊ മാറ്റി തരാം. നിക്കാനല്ലേ പറഞ്ഞേ? എടി നിക്കണവിടെ. അഹങ്കാരി, നിക്കാനല്ലേ പറഞ്ഞത്? ഓടരുത്. മല്ലികയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിച്ചു അല്ലേടി? അഹങ്കാരി, അവിടെ നിക്കടി. നിന്നെ ഞാനിന്ന് നിക്ക് കൊച്ചവിടെ. മര്യാദക്ക് അവിടെ നിക്കാനല്ലേ പറഞ്ഞത്?